വെൽക്കം ബാക്ക് ടു ഡിപ്ലൈ ഹാപ്പിനെസ്. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെ അതിലൂടെ കടന്നു പോകാം? ഇത് എപ്പോഴും എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ചിലർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക. റെസ്പെക്റ്റ് ചെയ്യേണ്ട സ്ഥലത്താണെങ്കിലും നമ്മളെ അത് ചെയ്യാതെ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് ഇരിക്കുക. അതായത് നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ചിലർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന്, ഇങ്ങനെയാണ് അത് നമുക്ക് നേരിടേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദം ജോലി ചെയ്യുന്നവരായാലും ഈവൻ പഠിക്കുന്ന കുട്ടികളായാൽ തന്നെ അതിലും ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ചില കുട്ടികൾക്ക് ഇപ്പോൾ നല്ല മാർക്കിട്ട് അപ്പോൾ അവരൊരു പുച്ഛം അതിൻ്റെ രീതിയിൽ ഒരു കളിയാക്കൽ, അതേപോലെ ജോലി സ്ഥലത്ത് അങ്ങനെ പല രീതിയിലും കുറച്ച് ആളുകൾ ഈ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ആളാണ് പക്ഷേ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവരുടെ കൂടെ കടന്നു പോകാൻ നോക്കുക. അതിന് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൈലൻ്റായിട്ടിരിക്കുക, ബിക്കാം. കാരണം നമ്മളുടെ മനസ്സിൽ ലൈറ്റാവും. അപ്പോൾ നമ്മൾ സൈലൻ്റായിരുന്നാൽ അതായത് ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ എടുക്കണം. സൈലൻസ് എന്ന് വെച്ചാൽ വളരെയധികം നമുക്ക് ഉപകാരമായ ഒരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് സൈലൻ്റായിട്ടിരിക്കുക. അത് വളരെയധികം നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റൂഡ് കമാൻഡ്സ് കേൾക്കാനിടയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ നിശബ്ദത പാലിക്കുക. നമ്മൾ അവരെ കൺട്രോൾ, അവരെ നാക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ മറ്റുള്ളവർ നമ്മളുടെ ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാതെ നമ്മളെപ്പോഴും ഇൻസൾട്ട് ചെയ്ത് നടക്കുന്നവരാണെങ്കിൽ നമ്മളവരെ സൈലൻ്റായിട്ട് അപ്രോച്ച് ചെയ്യുക. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമുക്കതൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നമ്മളിരുന്നാൽ എന്താ, അവർ തനിയെ അങ്ങ് പിൻവാങ്ങും. അതായത് നോ റെസ്പോൺസ് ഓർ റിയാക്ഷൻ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയായ കാര്യമെന്ന് അവർക്ക് തോന്നുന്നില്ലെങ്കിൽ അവർ നമ്മളെ നിരാശരാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവരെത്ര നല്ല ആയാലും അങ്ങനെ പറയുള്ളൂ. കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ട് സമൂഹത്തിൽ. അത് നമ്മളെ വേദനിപ്പിക്കാനായിട്ടാണ് അത് നമ്മളെ വേദനിപ്പിക്കാനായിട്ടാണ് അവരങ്ങനെ അത് തുനിഞ്ഞിറങ്ങുന്നവരാണ് അവർ. അപ്പോൾ നമ്മൾ ഒരു റിയാക്ഷൻ വേണ്ട, ഒന്നും വേണ്ട. അവർ റെസ്പെക്റ്റ് അതിലേക്ക് എന്താണ്, നമ്മളുടെ രീതിയിൽ അങ്ങ് നിൽക്കുക, സൈലൻ്റായിട്ട് നിൽക്കുക. റെസ്പോൺസ് ഒന്നും ചെയ്യേണ്ട, നോ റെസ്പോൺസ് ഓർ റിയാക്ഷൻ നമ്മൾ രണ്ടാമത്തത്. മൂന്നാമത്തത് സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ റെസ്പെക്റ്റ് ചെയ്തത്, ഞാൻ ഇന്ന കാര്യമില്ലേ, എനിക്ക് ഇന്നതുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താ എന്നെ വേദനിപ്പിക്കാനാണോ നിങ്ങളിങ്ങനെല്ലാം എന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് വേദനിപ്പിക്കാൻ നിങ്ങൾ ഒരുങ്ങി നടക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും നമ്മളൊരു എക്സ്പ്ലനേഷൻ ഇവർക്ക് കൊടുക്കുകയേ വേണ്ട. അതായത് അവർ ചെയ്യാതെ എന്ത് ജഡ്ജ്മെൻറ്റ് നമ്മളുടെ പേരിൽ അവരെടുത്തോട്ടെ, എന്തിനാണെന്നോ എന്തുകൊണ്ടാണെന്നോ ഒന്നും നമ്മൾ ചോദിക്കേണ്ട. അപ്പോൾ സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ ഇത് ചോദിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ അവരോട് വെളിപ്പെടുത്തേണ്ട. പിന്നെ വേറെ നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കീപ് ഡിസ്റ്റൻസ്. ഇങ്ങനെയുള്ള ആളുടെ നിന്നും മാറിപ്പോവുക. നമ്മൾ കുറച്ച് അകലം വിട്ട് നിൽക്കുക. കൂടുതലായിട്ട് ചങ്ങാത്തത്തിന് അല്ലെങ്കിൽ കൂടുതലായിട്ട് അവരായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് നിൽക്കാതെ ഇത്തിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കീപ്പ് യുവർ ഡിസ്റ്റൻസ്. എന്നിട്ട് അതിനനുസരിച്ച് അവർ നമ്മളെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളും സൈലൻ്റായിട്ടും റെസ്പോൺസും റിയാക്ഷനും ഇല്ലാതെയും, പിന്നെ സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ്, നമ്മളത് വിവരിച്ച് ആ കാര്യങ്ങൾ തരേണ്ട കാര്യങ്ങളില്ല, അങ്ങനെ ആ 3 കാര്യങ്ങളും ചെയ്യുക. പിന്നെ കൂടെ ഈ കീപ്പ് യുവർ ഡിസ്റ്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേണ്ടത് ഹോൾഡ് യുവർ ഹെഡ് ഹൈ. നമ്മൾ തല ഉയർത്തി അവരുടെ മുന്നിൽ കൂടെ അങ്ങോട്ട് പോകണം. അവർ റെസ്പെക്റ്റ് ചെയ്യുക, ഇൻസൾട്ട് ചെയ്യുക, നമ്മളെ നിരാശരാക്കുക, എന്ത് വേണമെങ്കിലും ചെയ്താലും നമ്മളൊരിക്കലും നമ്മളുടെ തല താന്നു പോകരുത്. അതിന് കരയാൻ പാടില്ല. നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കുക. ഹോൾഡ് യുവർ ഹെഡ് ഹൈ, അങ്ങനെ നടക്കുക. ഇനി ഇൻസൾട്ട് ചെയ്യുന്നവർ നമ്മളെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാതെയാണ് അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ കരയുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. അയ്യോ, ചില കുട്ടികൾ ഇങ്ങനെ വല്ല പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ട് അവരുടെ പ്രോഗ്രാമത്തിൽ വിചാരിച്ച ഇത് കിട്ടിയില്ലെങ്കിൽ, അയ്യോ നിങ്ങൾ നല്ല പ്രാക്ടീസൊക്കെ ചെയ്ത് നിങ്ങൾക്ക് വളരെ ഗ്രേഡ് കുറഞ്ഞു പോയല്ലോ എന്നൊക്കെ സ്കൂളുകളിൽ കുട്ടികളിങ്ങനെ പറയും. നല്ല പാട്ടായിരുന്നു പക്ഷേ പ്രസൻറ്റേഷൻ വളരെ മോശമായി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് കരയാൻ പാടില്ല. ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നോ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ബാഡായിട്ടോ അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് കണ്ടാൽ അത് ചെയ്തില്ലെങ്കിലോ നമ്മൾ കരയുക എന്നുള്ളൊരു പ്രക്രിയ അത് പാടില്ല. നമ്മൾ തല ഉയർത്തിപ്പിടിച്ചാണ് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ
നമ്മളെ ഒരു ഇൻസെക്യൂരിറ്റിയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അവർ റൂഡ് കമാൻഡ്സ് ആയിരിക്കും ഇവർ പറയുന്നത്. അപ്പോൾ ആ റൂഡ് കമാൻഡ്സ് നമ്മൾ അവരെ ജലസാണ് അവർ, നമ്മളോട് അസൂയ തോന്നിയിട്ടാണ് അവരിതൊക്കെ പറയുന്നത്. നമ്മൾ ആ ഇൻസൾട്ട് ചെയ്യുന്ന ആളെ പറ്റിയിട്ട് അല്ലാതെ അയാൾ വളരെ ജലസാണ്, കുശുമ്പനാണ്, മറ്റു ആളുള്ളവർ ഉയരുന്നതിൽ ഇഷ്ടപ്പെടാത്ത അത് അങ്ങനത്തെ ഉള്ളൊരു മനസ്സിനുടമയ്ക്ക് ഇങ്ങനെയൊക്കെ ഇൻസൾട്ട് ചെയ്ത് നമ്മളുടെ വളർച്ചയെ മുരടിപ്പിക്കാൻ കഴിയുള്ളൂ. ചില കുട്ടികൾ അതോടുകൂടെ തന്നെ പോകും. ചില ആളുകൾ അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരാൾ വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ വേദനയുണ്ടാവും. പിന്നെ അവർ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ അവർക്കൊരു പേടിയുണ്ടാവും. പിന്നെ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വേണം. നമ്മൾ അവരെ പറ്റിയിട്ട് ഒരു മനസ്സിലാക്കുക. ഇന്ന ആൾക്കാരൊക്കെ ഇന്ന തരക്കാരാണ്, ആ കാറ്റഗറൈസ് ചെയ്യുക. നമ്മൾ ഇന്ന ആൾ എഴുതിയെത്ത് വന്നാൽ എനിക്ക് മനസ്സിന് വിഷമമാണ് ഉണ്ടാകുന്നത്, എൻ്റെ മനസ്സ് ഹാപ്പി അല്ല, നെഗറ്റീവായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കൂട്ടുകൂടേണ്ടത് എൻ്റെ മനസ്സ് ലൈറ്റ് ആകാനും ഹാപ്പി ആകാനും ഫ്രീ ആകാനും ഉള്ള ആളുകളായിട്ടുള്ള ചങ്ങാത്താണ് നമുക്ക് വേണ്ടതെന്നുള്ള തീരുമാനിച്ചിട്ട് ഇവരെ മനസ്സിലാക്കിക്കൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇഗ്നർ ദം, അവരെ മാറ്റി നിർത്തുക. എന്നിട്ട് നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾക്ക് നമ്മളുടെ മനസ്സിനെ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് നമ്മൾ സന്തോഷവാന്മാരായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളല്ല. ഇപ്പം നമ്മൾ ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയുക, ഹ്യൂമർ യൂസ് ചെയ്താലും ഇങ്ങനത്തെ ആൾക്കാർ അകന്നു പോകും. തിരിച്ചൊരു ഹ്യൂമർ അങ്ങോട്ട് പറഞ്ഞാൽ ഇത്തിരി അവർക്ക് കൊള്ളും. അങ്ങനെയും കാണാറുണ്ട്. അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്ത് നമ്മളെ റെസ്പെക്റ്റ് ചെയ്യാതെ പല കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പോകുന്നവർ നമ്മളൊരു ഹ്യൂമറിൽ കൂടെ അവരെ തിരിച്ചടിക്കുക. അത് ഹ്യൂമർ എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാവർക്കും ഹ്യൂമർ പറഞ്ഞ് ഓടിക്കാൻ പറ്റില്ല, ചിലർക്കത് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ കടന്നു കൂടാൻ പോകാത്ത ഒരാളും തന്നെയില്ല. ഒരു ജീവിതത്തിൽ ഇങ്ങനെ ഇൻസൾട്ടും ഈ റെസ്പെക്റ്റ് ചെയ്യാതെയും ഒക്കെ പോകുന്ന കുറേ ആളുകൾ നമ്മളുടെ ഉണ്ട്. പക്ഷെ അവരൊക്കെ അവരുടെ ആർജവം കൊണ്ട് അവരുടെ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഒന്ന് മെമ്മറിയിൽ കൊണ്ടുവന്ന് അത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ നല്ല പോസിറ്റീവ് മൈൻഡായി ഹാപ്പി ആയിട്ട് ഇതൊന്നും എനിക്ക് എൻ്റെ കാര്യങ്ങളെ എൻ്റെ പരിപാടിനെ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ ബാധിക്കുന്നില്ല എന്ന് മനസ്സുകൊണ്ട് ഒരു ആർജവം എടുത്തിട്ട് മനസ്സിനെ പറഞ്ഞ് പോസിറ്റീവായി ചിന്തിച്ച് വെമ്പരൊക്കെ ഓടിച്ച് കളയാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരാൽ ഇൻസൾട്ട് ചെയ്യലും അതേപോലെ തന്നെ ഡിസ്റെസ്പെക്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്തിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട്. കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താങ്ക് യു. ഇനി വേറൊരു ടോപ്പിക്കായിട്ട് കാണാം.